ഇന്ത്യ ഒരു ഇസ്ലാമിക രാജ്യമാണ്. അതെന്തിപ്പോൾ അങ്ങനെ പറയുന്നത്? മതേതര രാജ്യമല്ലേ? ചിലർ പറയുന്നുണ്ട് ഹിന്ദു രാഷ്ട്രമാക്കുമെന്നൊക്കെ, പക്ഷേ പൊതുവായിട്ട് നമ്മൾ പറയുന്നുണ്ടല്ലോ മതേതര രാജ്യമാണ് എന്നുള്ളത്. അങ്ങനെയാണ് അല്ല, ഞാൻ ഇസ്ലാമിക രാജ്യമാണെന്നതിൻ്റെ തെളിവ് തരാം. അതുകൊണ്ട് അത് ഞാൻ വായിക്കാം, ഒരു പോസ്റ്റ് വായിക്കാം. ഭാസ്കരൻ നായർ അജയൻ എന്ന് പറയുന്ന ഒരു സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള, ഫേസ്ബുക്കിലൊക്കെ വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഭാസ്കരൻ നായർ അജയൻ. അദ്ദേഹം എഴുതിയിരിക്കുന്ന ഒരു കുറിപ്പ് വായിക്കാം, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം ഇന്ത്യ ഇസ്ലാമിക രാജ്യമാണോ മതേതര രാജ്യമാണോ എന്നുള്ളത്. ഞാൻ കേട്ട ഏറ്റവും വലിയ കോമഡി, ഇന്ത്യ ഒരു മതേതര രാജ്യമാണ്. എന്താണ് മതേതരത്വം? എല്ലാ മതങ്ങൾക്കും തുല്യ പദവി, തുല്യ പരിഗണന. ഞാൻ അപ്പോൾ കൂടെ പഠിച്ച നവാസിനെയും രാജുവിനെയും ഓർത്തു. പഠിക്കാൻ മിടുക്കനായിരുന്ന രാജു വീട്ടിലെ ബുദ്ധിമുട്ട് കാരണം പഠിത്തം നിർത്തി ഒരു തടി ബില്ലിൽ പണിയെടുക്കുന്നു. ദരിദ്രൻ. നവാസ് പഠിത്തത്തിൽ മോശമായി പഠിത്തം നിർത്തി ഗൾഫിലെത്തി ഇന്ന് സ്വന്തം സൂപ്പർ മാർക്കറ്റ് നടത്തുന്നു. ലക്ഷപ്രഭു. നവാസിൻ്റെയും രാജുവിൻ്റെയും മക്കൾ ഒരു ക്ലാസ്സിൽ. രാജു മകനെ പഠിപ്പിക്കാൻ പാടുപെടുന്നു. നവാസ് പഠനം കാര്യമാക്കുന്നില്ല. 18 തികഞ്ഞാൽ ഗൾഫിൽ കൊണ്ടുപോകണം. രാജു മകൻ്റെ പഠന ചെലവിന് പാടുപെടുന്നു. നവാസിൻ്റെ മകന് ലംസം ഗ്രാൻഡ് ഉണ്ട്. എന്താ കാരണം? രാജു ഹിന്ദുവാണ്, നവാസ് മുസൽമാനും. അതെ, ഇന്ത്യ മതേതര രാജ്യമാണ്. ഞാനും രാജുവും ശബരിമലയ്ക്ക് പോയി. ഞങ്ങളുടെ സ്വന്തം കാര്യം സ്വന്തം പണം മുടക്കി പോയി. നവാസ് ഹജ്ജിന് പോയി. നവാസിൻ്റെ സ്വന്തം കാര്യം സർക്കാർ വക സബ്സിഡി. അതെ, ഇന്ത്യ മതേതര രാജ്യമാണ്. കൂട്ടുകാരൻ ഉദയൻ സപ്താഹ ആചാര്യനാണ്. ചെറിയ വരുമാനം മതപരമായ കാര്യമാണ്, സാമൂഹിക സേവനമല്ല. നവാസിൻ്റെ വാപ്പ മദ്രസയിൽ പഠിപ്പിക്കുന്നു. മതപരമായ കാര്യമാണ്, സാമൂഹ്യ സേവനമല്ല. 10,000 സർക്കാർ ശമ്പളം. അതെ, ഇന്ത്യ മതേതര രാജ്യമാണ്. അയലത്തെ രാഘവൻ തിരുമേനി വാർദ്ധക്യ പെൻഷൻ 1000 രൂപയ്ക്ക് കയറി ഇറങ്ങുന്നു. പണ്ട് ഒരു ചെറിയ ക്ഷേത്രത്തിലെ പൂജാരിയായിരുന്നു. ചെയ്തത് സാമൂഹിക സേവനമല്ല, മതപരമായ കാര്യമാണ്. ജോലിക്ക് പെൻഷനില്ല. അയലത്തെ സുലൈമാൻ ഉസ്താദ് മാസം 7,500 രൂപ സർക്കാർ പെൻഷൻ വാങ്ങുന്നു. പണ്ട് മദ്രസയിൽ പഠിപ്പിച്ചു. ചെയ്തത് സാമൂഹ്യ സേവനമല്ല, മതപരമായ കാര്യമാണ്. പക്ഷേ ജോലിക്ക് പെൻഷനുണ്ട്. അതെ, ഇന്ത്യ മതേതര രാജ്യമാണ്. ഞാൻ വിശ്വസിക്കുന്ന മതേതര പാർട്ടി വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് കമ്മിറ്റി വിളിക്കാൻ തയ്യാറല്ല. ഇസ്ലാം വിശ്വാസികളായ പ്രവർത്തകരുടെ മതവികാരം മാനിക്കണം. എനിക്ക് മഹാനവമിയും പൂജവയ്പ്പും വിദ്യാരംഭവും ഒന്നും പ്രശ്നമല്ല, കാരണം ഹിന്ദുവാണ്. മതവികാരത്തിന് വിലയില്ല. എങ്കിലും എൻ്റെ പാർട്ടി മതേതര പാർട്ടിയാണ്. എൻ്റെ മതേതര പാർട്ടി ബീഫ് വിളമ്പി പ്രതിഷേധിക്കും, പക്ഷേ പന്നി ഇറച്ചി വിളമ്പി പ്രതിഷേധിക്കില്ല. സുലൈമാൻ്റെ മതവികാരം വ്രണപ്പെടും. അതേ, ഇന്ത്യ മതേതര രാജ്യമാണ്. എൻ്റെ മതേതര പാർട്ടി അയ്യപ്പനെയും സരസ്വതിയെയും നഗ്നരാക്കി വരയ്ക്കും, കാരണം അവർ ഹിന്ദു ദൈവങ്ങളാണ്. എൻ്റെ മതേതര പാർട്ടി നബിയുടെ രേഖാചിത്രം പോലും വരയ്ക്കില്ല, കാരണം അത് ഇസ്ലാമിക ദൈവമാണ്. അത് ഇന്ത്യ മതേതര രാജ്യമാണ്. അതെ, ഇന്ത്യ മതേതര രാജ്യമാണ്. ഇതൊക്കെ ചിന്തിക്കാൻ അവസരം എനിക്ക് തന്ന ഇന്ത്യ ഇന്നും മതേതര രാജ്യമാണ്. ഞാൻ കേട്ട വലിയ കോമഡി, ഇന്ത്യ മതേതര രാജ്യമാണത്രേ. ഇതാണ് പോസ്റ്റ്. കൃത്യമായി ഒരു അവലോകനം അദ്ദേഹം നടത്തിയിട്ടുണ്ട്. കൃത്യമായി വസ്തുനിഷ്ഠമായിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. ഇനി പറയാൻ കഴിയുമോ ഇന്ത്യ മതേതര രാജ്യമാണെന്ന്? ഒരിക്കലുമല്ല. ന്യൂനപക്ഷ സംവരണം എന്ന് പറയുന്നത് എന്തടിസ്ഥാനത്തിലുള്ളതാണ്? അത് ഏറ്റവും വലിയ വിവേചനമാണ്. ന്യൂനപക്ഷത്തിന് അല്ലെങ്കിൽ മതത്തിൻ്റെ പേരിൽ സംവരണം എന്ന് പറയുന്നത് കൊടിയ അനീതിയാണ്. അതിന്നും ഇന്ത്യയിൽ തുടർന്നു കൊണ്ടിരിക്കുന്നു. ജാതിക്കാണ് സംവരണം വേണ്ടത്. ജാതിപരമായിട്ടാണ് സംവരണം കൊടുക്കുക. അത് ഹൈന്ദവ ജാതി ശ്രേണി ഉണ്ടായിരുന്നു. ആ ശ്രേണിയിൽ താഴ്ന്ന ശ്രേണിയിൽപ്പെട്ടവർക്ക്, താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്ക് നിരന്തരമായ അടിച്ചമർത്തലുകൾ അനുഭവിക്കേണ്ടി വന്നവർക്ക്, ജാതീയമായ വേർതിരിവ് വന്നവർക്ക്, സമൂഹത്തിൽ നിന്നും പുറന്തള്ളപ്പെട്ടവർ, ആട്ടി ഓടിക്കപ്പെട്ടവർ, അവർക്കൊക്കെ ആയിട്ടുള്ള ആദിവാസികൾ എന്ന് പറഞ്ഞാൽ ഷെഡ്യൂൾഡ് കാസ്റ്റും ഷെഡ്യൂൾഡ് ട്രൈബും, ആ വിഭാഗങ്ങൾക്കെല്ലാം തന്നെയാണ് സംവരണം കൊടുക്കേണ്ടത്. ന്യൂനപക്ഷത്തിന് എന്തിനാണ് സംവരണത്തിൻ്റെ ആവശ്യം? ഇനി ദളിതർ ഈ പറയുന്ന പട്ടികജാതിയിൽപ്പെട്ടിരുന്നവർ, അവർ ക്രിസ്തു മതമോ ഇസ്ലാം മതമോ സ്വീകരിച്ചാൽ അവർ പിന്നെ പട്ടികജാതിക്കാരല്ല. കാരണം അവർ ഈ ജാതി സമ്പ്രദായത്തിൽ നിന്ന് സംവരണം എന്ന് പറയുന്നത് ജാതിക്ക് ഉള്ള പ്രശ്നത്തിനുള്ള പരിഹാരമാണ്. ജാതിയാണ് അവിടെ പ്രശ്നം ഏറ്റവും വലിയ. ആ പ്രശ്നത്തിന് പരിഹാരം കാണാനാണ് സംവരണം കൊണ്ടുവന്നിരിക്കുന്നത്. അവിടെ സാമ്പത്തിക അടിസ്ഥാനത്തിലല്ല സംവരണം കൊണ്ടുവന്നിരിക്കുന്നത്. സാമ്പത്തിക സംവരണം വേറെയാണ്. ഒരു ഉയർന്ന ജാതിയിൽപ്പെട്ടവൻ, അവന് വലിയ ബുദ്ധിമുട്ടുകൾ, സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവന് പൈസ കൊടുത്താൽ മാത്രം മതി, അവൻ്റെ സകല പ്രശ്നങ്ങളും തീർന്നു. പക്ഷേ താഴ്ന്ന ജാതിയിൽപ്പെട്ടവന്, ഒരു എസ് സി ആയിട്ടുള്ള ഒരാൾക്ക് അല്ലെങ്കിൽ എസ് ടി ആയിട്ടുള്ള ആൾക്ക് പണം കിട്ടിയാലും, ആ വലിയ ധനികനായാലും ശരി തന്നെ,
അവനൊരിക്കലും സമൂഹത്തിലേക്ക് ഉയർന്നവനായിട്ടില്ലെങ്കിൽ അവന് വലിയ വിലയുള്ളതായിട്ട് അംഗീകരിക്കപ്പെടില്ല. കാരണം ജാതിയാണ്. അപ്പോൾ ജാതിയിൽ നിന്നുള്ള മോചനത്തിന് വേണ്ടി, ജാതി വ്യവസ്ഥ ഇല്ലാതാക്കാൻ വേണ്ടി, ജാതിപരമായ വേർതിരിവുകൾ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് സംവരണം കൊണ്ടുവന്നിട്ടില്ല. ആ സംവരണം ഈ മതന്യൂനപക്ഷങ്ങൾക്ക് കൊടുക്കേണ്ട ആവശ്യം എന്താണ്? ന്യൂനപക്ഷം എന്നാണ് പറയുന്നത്. കോടിക്കണക്കിന് ആൾക്കാരുണ്ട്. കോടിക്കണക്കിന് ആൾക്കാരുള്ളവരാണ് ന്യൂനപക്ഷം എന്ന് പറയപ്പെടുന്നത്. അതെങ്ങനെയാണ് ന്യൂനപക്ഷമാവുന്നത്? കേരളത്തിൽ മലപ്പുറം ജില്ലയിൽ ആരാണ് ന്യൂനപക്ഷം? പറയാമോ? ഹിന്ദുക്കളാണ് ന്യൂനപക്ഷം. അപ്പോൾ കാശ്മീരിൽ പോയ ആരാണ് ന്യൂനപക്ഷം? ഹിന്ദുക്കളാണ് ന്യൂനപക്ഷം. അപ്പോൾ അതെങ്ങനെയാണ് ഒരു രാജ്യത്ത് സംസ്ഥാനങ്ങളുടെ പ്രദേശങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കേണ്ടേ സംവരണം കൊടുക്കേണ്ടത്? അവിടെ ഭീതിതമായ അവസ്ഥയിൽ കഴിയുന്ന ന്യൂനപക്ഷങ്ങളായിരിക്കില്ലേ? അപ്പോൾ അവിടുത്തെ ന്യൂനപക്ഷം കാശ്മീരിൽ പോകുകയാണെങ്കിൽ അവിടുത്തെ ന്യൂനപക്ഷം ഹിന്ദുക്കളാണ്, അവരാണ് ഭീതിതമായ അവസ്ഥയിൽ കഴിയുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ആരാണ്? കേരളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ, മലപ്പുറം ജില്ലയിൽ നോക്കിക്കഴിഞ്ഞാൽ ഹിന്ദുക്കളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്തിനാണ് സംവരണത്തിൻ്റെ ആവശ്യം എന്നുള്ള ഒരു ചോദ്യം, അതൊരു വലിയ ചോദ്യമാണ് അവിടെ നിൽക്കുന്നത്. അപ്പോൾ ജാതീയമായിട്ടുള്ള കാര്യങ്ങൾക്കാണ് സംവരണം കൊടുക്കേണ്ടത്. മുസ്ലിങ്ങൾക്ക് എന്തിനാണ് ഈ പറയുന്ന ന്യൂനപക്ഷങ്ങൾക്ക് ഇത്രയേറെ ആനുകൂല്യങ്ങൾ കൊടുക്കേണ്ടത്? ന്യൂനപക്ഷം ഒരു പദവിയാണോ? അല്ല. ഈ പറയുന്ന ജാതീയമായ വേർതിരിവ് അനുഭവിച്ചവർക്ക് മാത്രമാണ് സംവരണം കൊടുക്കേണ്ടത്, അവർക്കാണ് ആനുകൂല്യങ്ങൾ കൊടുക്കേണ്ടത്. മതന്യൂനപക്ഷങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ഇത്രയേറെ അവർക്ക് ഈ പ്രാധാന്യം വരുന്നത്? ഇന്ത്യ ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നമ്മുടെ ഹൈന്ദവമായിട്ടുള്ള ഒരു വിശ്വാസങ്ങൾക്കും വിലയുണ്ടാവാത്ത ഈ സമൂഹത്തിൽ ഇസ്ലാമിന് വലിയ പിന്തുണയാണ് ലഭിക്കുന്നത്, അവർക്ക് വലിയ സംരക്ഷണമാണ് ലഭിക്കുന്നത്. പറഞ്ഞില്ലേ, ഭാസ്കരൻ നായർ രാജേൻ പറഞ്ഞിരിക്കുന്നത് കൃത്യമല്ലേ? നമ്മളുടെ ഏതെങ്കിലും ഒരു വിശ്വാസം ഇല്ലെങ്കിൽ ഒരു ആഘോഷം ഒരു വർഷമെങ്കിലും മുറിവേൽക്കാതെ കടന്നു പോകുമോ? ഒരു തവണയെങ്കിലും ഒരു വിഷുവിന് എന്തെങ്കിലും ഒരു വിവാദം ഉണ്ടാക്കില്ലേ ഇവർ? ആ ദൈവങ്ങളെ ആക്ഷേപിക്കില്ലേ? ഓണത്തിന് നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കില്ലേ? സംഘടിതമായ ഓണത്തിന് നേരെ ആക്രമണം നടക്കുന്നില്ലേ? അപ്പോൾ ഈ പറയുന്ന വിദ്യാരംഭത്തിന്, വിജയദശമിക്കും നിരന്തരമായ ആക്രമണമാണ് നടക്കുന്നത്. ദീപാവലിയായ പ്രശ്നമാണ്. ദീപാവലി പടക്കം പൊട്ടിക്കുന്നു, മലിനീകരണം ഉണ്ടാകുന്നു. അയ്യോ, വേറെ ഒന്നും മലിനീകരണം ഇല്ല എന്നുള്ളത് പോലെയാണ്. വേറെ ഒരു മലിനീകരണവും ഇല്ല, ഇവിടെ പടക്കം പൊട്ടിക്കുന്നത് മാത്രമാണ് മലിനീകരണം എന്നാണ്. അപ്പോൾ ഇത്തരത്തിൽ വേർതിരിവുകൾ കൊണ്ട് മാത്രം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ഒരു മതേതരത്വം, അത് കപട മതേതരത്വമാണ്. ഇവിടെ ജാതി സംവരണത്തിൻ്റെ പേരിലായാലും സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്, ജാതിയല്ല ശരിക്കും, ജാതി സംവരണമാണ്. അത് ഹൈന്ദവർക്ക് മാത്രമുള്ളതാണ്. ഹിന്ദു ആയിരിക്കുന്നാൽ മാത്രമേ ജാതി ഉണ്ടാകുന്നുള്ളൂ. ആ ജാതിയാണ് പരിഹരിക്കേണ്ട, ആ സാമൂഹിക ഉച്ചനീചത്വങ്ങളെയാണ് പരിഹരിക്കേണ്ടത്. അതിന് വേണ്ടിയിട്ടാണ് സംവരണം. അപ്പോൾ ഇവിടെ മതേതരത്വം എന്ന് പറഞ്ഞുകൊണ്ട് നിരന്തരമായി സംഭവിച്ചു കൊണ്ടിരിക്കുന്ന മതേതരത്വമല്ല, കപട മതേതരത്വമാണ്. ഇന്ത്യയിൽ സംഭവിക്കുന്ന കപട മതേതരത്വമാണ്. ഇവിടെ ന്യൂനപക്ഷങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് അവരെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടി മാത്രമാണ് നടക്കുന്നത്. അതിൻ്റെ പേരിലാണ് ഇതെല്ലാം. ഇവിടെ ഈ പറഞ്ഞല്ലോ കൃത്യമായിട്ട് ലംസം ഗ്രാൻഡ്. എന്തിനു വേണ്ടിയിട്ടാണ് ലംസം ഗ്രാൻഡ്? ഈ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള വേർതിരിവിനെ പറ്റി നമുക്ക് കൃത്യമായിട്ട് അറിയാമല്ലോ. എന്തടിസ്ഥാനത്തിലാണ് മുസ്ലിങ്ങൾക്ക് സംവരണത്തിൻ്റെ ആവശ്യം, ഇല്ലെങ്കിൽ ക്രിസ്ത്യാനികൾക്ക് സംവരണത്തിൻ്റെ ആവശ്യം? അവർ സംവരണം എന്ന് പറയുന്ന ജാതി വ്യവസ്ഥയിൽ നിന്ന് വെളിയിൽ പോയി കഴിഞ്ഞാൽ പിന്നെ സംവരണം അലഹബാദ് ഹൈക്കോടതി ചോദിച്ച അതേ കാര്യമാണ് ഞാൻ ചോദിക്കുന്നത്. ഒരു നിയമവിരുദ്ധമോ ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യവുമില്ല. ഹൈക്കോടതി ചോദിക്കുന്നു, എന്തിനാണ് മതം ഉപേക്ഷിച്ചവർക്ക്, ഈ പറയുന്ന ഹിന്ദുമതം ഉപേക്ഷിച്ച് മറ്റൊരു മതത്തിലേക്ക് ചേക്കേറിയവർക്ക് ജാതി സംവരണം കൊടുക്കുന്നത്? അവർ ജാതിയിൽ നിന്ന് പുറത്തുപോയി, അവർ ജാതി ഉപേക്ഷിച്ചു. അവരുടെ ഈ പറയുന്ന ദളിത് അല്ലെങ്കിൽ പട്ടികജാതി എന്ന് പറയുന്ന ഐഡൻറ്റിറ്റി അവർ ഉപേക്ഷിച്ചു. അപ്പോൾ അതല്ല, ഇവിടുത്തെ ന്യൂനപക്ഷ പ്രീണനത്തിന് വേണ്ടിയിട്ടാണ്, ഈ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇവിടുത്തെ പല സംവിധാനങ്ങളും പ്രവർത്തിച്ചു വന്നിരുന്നത് കാലാകാലങ്ങളായിട്ട്. പ്രത്യേകിച്ച് കോൺഗ്രസും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും അടക്കമുള്ളവർ ഇത്തരത്തിലുള്ള മതപ്രീണനത്തിന് വേണ്ടി മാത്രം കീഴ്പ്പെട്ടിരുന്നവരാണ് എന്നുള്ളതാണ്. അതിനകത്ത് ഏറ്റവും വലിയ കാര്യം അതാണ്. അത് മനസ്സിലാക്കപ്പെടാതെ പോകുന്നതാണ് ഇവിടുത്തെ പ്രശ്നം. ഇവിടുത്തെ മതേതരത്വം എന്ന് പറയുന്നത് കപടതയാണ്. ഭാസ്കരൻ നായർ അജയൻ്റെ ഈ ഒരൊറ്റ പോസ്റ്റ് മതി കൃത്യമായി തെളിയിക്കുന്നുണ്ട്. ഇന്ത്യയിലുള്ളത് ഇസ്ലാമിക ഫേവറബിളായിട്ടുള്ള, ഇസ്ലാമിനോട് ചേർന്ന് നിൽക്കുന്ന, അവരെ പ്രീതിപ്പെടുത്തുന്ന ഒരു ഭരണ സംവിധാനമാണ് നിലനിൽക്കുന്നത്. ഇതിന് ഒരു പൊളിച്ചെഴുത്തുണ്ടായേ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ആത്മാഭിമാനമില്ലാത്തവരായി നമ്മൾ ഹിന്ദുക്കളടക്കമുള്ള ഈ പറയുന്ന ഹിന്ദുക്കളായിട്ടുള്ള സർവ്വ ഹിന്ദു, ജൈന, സിഖ്, ബുദ്ധ അടങ്ങിയിട്ടുള്ള എല്ലാ വിഭാഗങ്ങളും എല്ലാ കാലത്തും പിന്തള്ളപ്പെടുകയും അവരുടെ ആചാരങ്ങളും അവരുടെ വിശ്വാസങ്ങളും ഒന്നും അല്ലാതാവുകയും ഇത്തരത്തിൽ കുറേ ആൾക്കാർ മാത്രം എന്നും സംരക്ഷിക്കപ്പെടുകയും അവർ മതേതരത്വത്തിൻ്റെ പേരിൽ നിറഞ്ഞു നിൽക്കുകയും അവരാണല്ലോ മതേതരത്വം. ബാക്കിയുള്ളവർ അയ്യോ അവർ ആഘോഷിച്ച് കഴിഞ്ഞാൽ വലിയത്, അവൻ കൃത്യമായി പള്ളിയിൽ പോകുന്നതും നീ എന്താ കയ്യിൽ 4 ചരടും കെട്ടി ഇന്ന് തുണിമില്ല നടത്തുന്ന നെറ്റിയിലെന്തോ സർവേക്കല്ലി കാക്ക തൂറിയത്, അപ്പ കൊടുക്കണം മുഖം അടച്ചോർണം അങ്ങനെ ചോദിക്കുന്നവന്. അതാണ് വേണ്ടത്.
അതാണ് ചെയ്യേണ്ടത്. നമ്മുടെ വിശ്വാസങ്ങൾ അവഹേളിക്കും. പക്ഷേ ഒരു തൊപ്പിയിട്ട ഒരുത്തിനടുത്ത് ചോദിക്കില്ല, ഒരു ഡയലോഗ് അടിക്കില്ല. അപ്പോൾ ഇവിടെ കപട മതേതരത്വമാണ് നിലനിൽക്കുന്നത്. കൃത്യമായി നമ്മൾ അത് അടയാളപ്പെടുത്താതെ പോകരുത്. അത് കൃത്യമായി സംസാരിച്ച് അതിന് ഈ ഹിന്ദുവിൻ്റെ നേരെ ആക്രമണം നടത്തുന്ന, ഇല്ലെങ്കിൽ ഹിന്ദുവിന് എതിരായിട്ട് ഇങ്ങനെ നിരന്തരം ശബ്ദിക്കുന്നവർക്കെതിരെ കൃത്യമായ നിലപാടെടുക്കുകയും ഈ കപട മതേതരത്വത്തെ പൊളിച്ച് കാണിക്കുകയും തന്നെ വേണം.